മാതൃസ്നേഹത്തിൻ്റെ മൂർത്തിമൽഭാവമാണ് ആറ്റുകാലമ്മ. അത്തരത്തിൽ ആറ്റുകാലമ്മയുടെ മാതൃവാത്സല്യം വെളിപ്പെടുത്തുന്ന ഒരു കഥയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. എല്ലാ വർഷവും ആറ്റുകാൽ തെക്കതിൽ ഓല കെട്ടാൻ രണ്ടുപേർ വരുമായിരുന്നു. അവരായിരുന്നു സുഹൃത്തുക്കളായ ചെല്ലപ്പൻ പിള്ളയും ശങ്കരപിള്ളയും. ആറ്റുകാലമ്മയുടെ പരമഭക്തരായിരുന്ന അവർ ചെയ്തിരുന്ന സേവനത്തിന് കൂലി വാങ്ങുമായിരുന്നില്ല. പകരം ക്ഷേത്രത്തിന്റെ അവകാശികളായ കുടുംബാംഗങ്ങൾ ഒരുക്കുന്ന വിഭവസമൃദ്ധമായ സദ്യയിൽ പങ്കുചേരുകയാണ് പതിവ്. ഉരലിലടിച്ചെടുക്കുന്ന പുത്തരി ചമ്പാവിൻ്റെ ചോറും കൂടെ പരിപ്പ്, സാമ്പാർ, അച്ചാറ്, പുളിശ്ശേരി തുടങ്ങിയ കറികളും അവസാനം അരിപ്പായസവും വിളമ്പും. ഒരിക്കൽ ക്ഷേത്രാവകാശികളായ കുടുംബത്തിൻ്റെ ബന്ധുക്കളിലൊരാൾ മരിച്ചുപോയതിനാൽ ആ വർഷം സദ്യയോടൊപ്പം പായസമുണ്ടാക്കിയില്ല. ഇക്കാര്യം കരമനയിലെ നെടുവിള കുടുംബാംഗമായ ചെല്ലപ്പൻ പിള്ളയ്ക്കും പാച്ചല്ലൂരിലെ വാറുവിള കുടുംബാംഗമായ ശങ്കരപിള്ളയ്ക്കും അറിയാമായിരുന്നു. എങ്കിലും അവർ തമാശയെന്നോണം പറഞ്ഞു, ഇന്ന് നമ്മൾ ഓല കെട്ടി കൊടുത്തത് വലിയ ഏതെങ്കിലും വീട്ടിലായിരുന്നെങ്കിൽ പായസം കിട്ടിയേനെ. എന്തു ചെയ്യാൻ, ദേവിയുടെ തെക്കതിലല്ലേ ഓല കെട്ടിയത്. ചുമ്മാ പായസം കുടിച്ചുവെന്ന് കരുതി ആശ്വസിക്കാം. അങ്ങനെ അവർ അവിടെ നിന്നും പോകാനൊരുങ്ങുന്ന സമയത്ത് പെട്ടെന്ന് അവിടേക്കൊരു വൃദ്ധ വന്നു. തലച്ചുമടായിട്ട് എന്തോ ഒരു സാധനവുമായിട്ടാണ് അവർ വന്നത്. ആ വൃദ്ധ ചെല്ലപ്പൻ പിള്ളയോടും ശങ്കരപിള്ളയോടും തൻ്റെ തലയിലെ ഭാരം ഇറക്കി വയ്ക്കാൻ സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. അവർ ആ വൃദ്ധയെ സഹായിച്ചു. അപ്പോൾ ആ വൃദ്ധ അവരോട് പറഞ്ഞു, ഇന്നെൻ്റെ വീട്ടിൽ ഓലകെട്ടായിരുന്നു. ഓലകെട്ടാൻ വന്നവർക്ക് വേണ്ടി ഞാനുണ്ടാക്കിയ പായസമാണിത്. നിങ്ങളും ഇവിടെ ഓലകെട്ടാൻ വന്നവരല്ലേ, ഈ പായസം നിങ്ങൾ കഴിച്ചോളൂ. പായസപ്രിയന്മാരായ ആ സുഹൃത്തുക്കൾ സന്തോഷത്തോടെ ആ പായസക്കലം വാങ്ങിച്ചു. എന്നിട്ട് ആ കലം മൂടിയിരുന്ന വാഴയിലയെടുത്ത് രണ്ടായി കീറി പായസം ഒഴിച്ച് കഴിക്കാൻ തുടങ്ങി. വൃദ്ധയും വളരെയധികം സന്തോഷത്തോടെ അവർ പായസം കഴിക്കുന്ന കാഴ്ച കണ്ടുകൊണ്ടു നിന്നു. കലത്തിലെ പായസം കാലിയായപ്പോൾ അവർ ആ പായസക്കലവും എടുത്ത് അപ്രത്യക്ഷയായി. അവർക്ക് അതിശയം തോന്നി. തങ്ങൾ പായസത്തിനെ പറ്റി സംസാരിച്ചപ്പോൾ പായസക്കലവുമായി ഒരു വൃദ്ധ വരുന്നു. എന്നിട്ട് തങ്ങൾക്ക് പായസം നൽകിയിട്ട് അവർ പെട്ടെന്ന് അപ്രത്യക്ഷയാകുന്നു. ആരാണ് ആ വൃദ്ധ? അവർ ചിന്താക്കുഴപ്പത്തിലായി. അപ്പോഴായിരുന്നു തെക്കതിലെ സന്ധ്യാദീപാരാധനയ്ക്കായി പുത്തൻകോട്ട ശിവക്ഷേത്രത്തിലെ വിഷ്ണു പോറ്റി അവിടേക്ക് എത്തിയത്. അവർ സംഭവിച്ച കാര്യം അദ്ദേഹത്തിനോട് പറഞ്ഞു. തിരുമേനി മനസ്സിൽ ആറ്റുകാലമ്മയെ ധ്യാനിച്ചപ്പോൾ സംഭവിച്ച കാര്യങ്ങൾ വെളിപ്പെട്ടു. അദ്ദേഹം അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് പായസവുമായി വന്നത് സാക്ഷാൽ അന്നപൂർണേശ്വരിയായ ആറ്റുകാലമ്മ തന്നെയാണ്. നിങ്ങളുടെ ഭക്തിസാന്ദ്രമായ സേവനത്തിന് വേതനമായി ലഭിക്കുന്ന സദ്യയോടൊപ്പമുള്ള പായസം ഇത്തവണ കിട്ടാത്തതിൽ പരിഭവമുണ്ടായിരുന്നല്ലോ. ആ വിഷമം നിങ്ങൾ അമ്മയുടെ നടയിലിരുന്ന് പറഞ്ഞപ്പോൾ സ്നേഹനിധിയായ ആറ്റുകാലമ്മ തന്നെയാണ് പായസവുമായി നിങ്ങളുടെ അടുത്തേക്ക് വന്നത്. മക്കളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്നതിൽ എപ്പോഴും ഒരമ്മയ്ക്ക് ആനന്ദമുണ്ടാകുമല്ലോ. ആറ്റുകാലമ്മയുടെ ആ വാത്സല്യമാണ് നിങ്ങളിൽ പൊഴിഞ്ഞത്. തൻ്റെ വീട് ഓലകെട്ടി എന്ന് ഉദ്ദേശിച്ചത് തെക്കതിന് ഓലകെട്ടി എന്നത് തന്നെയാണ്. എന്തായാലും അമ്മയുടെ കരങ്ങളിൽ നിന്നും പായസം വാങ്ങി കഴിക്കാൻ അവസരം ലഭിച്ച നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. ഇത് കേട്ട് ശങ്കരൻ പിള്ളയും ചെല്ലപ്പൻ പിള്ളയും കോരിത്തരിച്ചു പോയി. അവർ നിറകണ്ണുകളോടെ ആറ്റുകാലമ്മയെ സ്തുതിച്ച് കുമ്പിട്ടു. ഈ സംഭവം ആറ്റുകാലമ്മയുടെ അത്ഭുത മഹിമയായി നാട് മുഴുവൻ പ്രചരിക്കപ്പെട്ടു.